കൊന്നിച്ചോ മിനസാൻ നാനോമിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 8 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലോങ് വീഡിയോ മാത്രം മതി. സോ അതുകൊണ്ട് ഞാനിന്ന് ചെറിയൊരു ടാസ്ക് തരാനായിട്ട് പോകുവാണ്. അത് ഈ വീഡിയോയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ടാസ്ക് അല്ല, പകരം ഇന്നത്തെ നാളത്തെ വീഡിയോയിൽ എനിക്ക് 2 വീഡിയോയിലും 1.9K ലൈക്സ് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീക്കിൽ ഒരു ബിഗ് ആയുള്ള എപ്പിസോഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ പറഞ്ഞത് ഓർക്കണ്ട, ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡിൽ 1.9K ലൈക്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താഴത്തെ ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ അമർത്താൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവളുടെ മുറിവുകൾ പതുക്കെ ഉണങ്ങാനും അതുമാത്രമല്ല അവളുടെ ശരീരത്തും ആ സ്കെയിൽസൊക്കെ വരാനും തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹ്യോബോങ്ങിനെയാണ്. അവൻ്റെ ഇഞ്ചുറീസൊക്കെ കംപ്ലീറ്റ്ലി ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അവൻ്റെ ഫേസിൽ ആ കളറും നോർമലായി, പിന്നെ അവൻ്റെ ബ്രീത്തിങ്ങും എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം എന്താണ് അവൻ്റെ ശരീരത്തിൽ സംഭവിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് ആ കോൾഡ് ക്യൂയെ അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണോ? കിറിൻ്റെ ബ്ലഡ് ആരൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ അവരെല്ലാവരും തന്നെ ഫ്ലെയിം ക്യൂയുടെ ഒരു റേഞ്ചിലേക്ക് പെടാറുണ്ട്. ചില സമയങ്ങളിൽ പല സ്ത്രീകളും അവരുടെ ജീവൻ തന്നെ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 200 വർഷത്തിൽ ഒരു ആണിന് മാത്രമാണ് ഈ ബ്ലഡ് കഴിച്ചിട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നിട്ടുള്ളത്. പക്ഷേ ഇവനെന്താണ് അത് സംഭവിക്കാത്തത്? അതുമാത്രമല്ല അവൻ്റെ ബോഡി ഇപ്പോൾ ആ ഒരു ബ്ലഡിന് വേണ്ടി കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ആൻഡ് അവൻ്റെ ശരീരത്ത് ഇപ്പോൾ സിംറ്റംസോ സ്കെയിൽസോ ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവൾ ഞെട്ടിയത്. അല്ല, ഇതെന്താണ്? അത്ര വലുതൊന്നും അല്ലെങ്കിൽ കൂടിയും ഡീമണിലൊന്ന് സിമിലർ ആയുള്ള കോറ് ഇവനുമുണ്ട്. അതെന്താണ്? ഒരു ഒമ്നോസുള്ള എനർജിയും അതിൻ്റെ അകത്ത് നിന്ന് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഇത് മറ്റേതെങ്കിലും മിത്തിക്കൽ ക്രീസറിൻ്റെ ബ്ലഡ് ആണോ? മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ഫ്ലെയിം ക്യൂയെ പുറത്ത് വരാതെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. എന്തായാലും നന്നായി. പെട്ടെന്നാണ് അവിടെ കൈ അവിടെ സ്റ്റക്കായത്. അല്ല, എൻ്റെ ഇന്നേറ്റുള്ള കോറ് അവൻ്റെ എനർജി കോറായിട്ട് ലിങ്കായി. ഇതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ല, എന്ത് പറ്റി? അവൾ സ്ട്രഗിൾ ചെയ്യുവാണല്ലോ. എന്തെങ്കിലും പ്രശ്നം? പെട്ടെന്നായിരുന്നു അവൾ നേരെ മുകളിലേക്ക് ചാടി വന്നത്. എന്നിട്ട് ഇയുൻ്റെ നേരെ പാഞ്ഞു വന്ന് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ചെയ്തു. ഇയുൻ പതുക്കെ അവിടുന്ന് ബാക്കിലേക്ക് ഡോഡ് ചെയ്ത് മാറി. ഇത് ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു. പക്ഷേ മരിച്ചവൾ ദേ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. അവളുടെ ഇടത്തെ കൈയും അതുതന്നെ. ഇതെന്തായാലും നന്നായി. ഇത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ എന്തായാലും ഇനി നിന്നോട് പകരം വിട്ടാൻ പോകുവാണ്. ചത്ത് ജീവിച്ചതിൻ്റെ അഹങ്കാരമാണോ നിനക്ക്? ചാകാഞ്ഞിട്ട് ഇനിയും മേലെ ചത്തിരിക്കുന്നതായിരുന്നു ബെറ്റർ. അടുത്ത സെക്കൻഡ് ഇവൺ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ അറ്റാക്ക് അവൾ ഡോഡ് ചെയ്ത് മുന്നിലേക്ക് ഓടുന്നുണ്ട്. എന്നാൽ ചെറിയ ചെറിയ അറ്റാക്കുകൾ അവളുടെ ശരീരത്തിലേക്ക് കുത്തി കയറുകയും ചെയ്തു. അത് കണ്ടപ്പോഴാണ് ഇവൺ ശരിക്കും ഞെട്ടിയത്. ഞാനിവളുടെ മേജറുള്ള ആർട്ടറിയിലാണ് അറ്റാക്ക് ചെയ്തത്. ഇവൾക്ക് എന്താ വേദനയില്ലേ? പെട്ടെന്നാണ് അവൾ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. നിനക്ക് ജീവൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ പോത്തിരിക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോൾ വിട്ടിത്തരവായി പോയെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്ന സോഡ് അവളുടെ ആ നെഞ്ചത്തേക്ക് കുത്തി കയറി. നീ എന്താണ് വിചാരിച്ചത്? ഇതുകൊണ്ട് എന്നെ കൊല്ലാൻ പറ്റുമെന്നോ? പെട്ടെന്ന് അവൾ ചാടി ഇവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുമുണ്ട്. ഞാനിവിടെ കിടന്ന് ചാകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊണ്ടുപോയിരിക്കും. നീ ശരിക്കും ഡിറ്റർമിനാണ് കേട്ടോ. അടുത്ത സെക്കൻഡ് ഇവൻ തൻ്റെ കൈയിൽ നിന്ന് താത്തിയപ്പോൾ പെട്ടെന്നാണ് ആ ഒരു എനർജി അവൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത്. എന്നിട്ട് അവളോടെ മുട്ടുകുത്തി ഇരുന്നു പോയി. ഇതെന്താണ്? ഇന്നർ എനർജി ഇതെന്താണ്? ആ കിറിൻ്റെ ബ്ലഡ് കുടിച്ചപ്പോൾ എൻ്റെ ക്യൂഐ വരെ ശരിക്കും കൂടി. പക്ഷേ എന്നിട്ടും എനിക്ക് ഫൈറ്റ് ബാക്ക്. പെട്ടെന്ന് അവൾ തല ഉയർത്തി നോക്കി. കിറിൻ്റെ ബ്ലഡ് എന്നെ വാൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഇവനൊരു എപ്പെക്സ് പ്രൊഡക്ടറാണ്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓടി രക്ഷപ്പെടണം. അടുത്ത സെക്കൻഡ് തൻ്റെ എനർജിയൊക്കെ അവിടെ കയ്യിലേക്ക് ഗ്യാദർ ചെയ്തിട്ട് ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ മുഴുവൻ സ്മോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ പോണിലേക്ക് ചാടി വീണ്ടും റിക്കവർ ആകണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ചാടാൻ പോയപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. ബിക്കോസ് അവൾക്ക് അവിടെ അനങ്ങാൻ സാധിക്കുന്നില്ല. ഞാനതിന് നിന്നെ വിട്ടിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. ഇതാണ് നിന്റെ മരണം. നായെന്ന് പറയുന്നതിന് മുമ്പ് അവളുടെ കഴുത്ത് അവൻ അങ്ങോട്ട് അറുത്ത് മാറ്റി. അവളുടെ തല തട്ടിത്തെറിച്ച് ഒരു സ്ഥലത്ത് പോയി വീണു. എന്നാൽ പിന്നെ അവൾ കാണുന്നത് ഇവൻ്റെ കാലാണ്. എന്നിട്ട് അവൻ അവളുടെ തല ചവിട്ടി നശിപ്പിച്ചങ്ങോട്ട് കളഞ്ഞു. ഇതേ സമയത്ത് ജെജാങ്ങിലുള്ള ഹാങ് ഷോയിലെ ഹാങ് സോ ആണ് കാണാൻ സാധിക്കുന്നത്. അവളുടെ
ഒരു അബ്നോർമലുള്ള ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവനായിട്ട് ഇത് കണ്ടിട്ട് കംപ്ലീറ്റ്ലി ടെൻസ്ഡായി. പെട്ടെന്നായിരുന്നു അവൻ്റെ കയ്യിലിരുന്ന ആ പെട്ടിയിലുണ്ടെന്ന ആ ഒരു ഇൻസെക്ട് പൊട്ടിത്തെറിച്ച് മരിച്ചത്. നാശം. ബ്ലേഡ് മാസ്റ്ററിൻ്റെ ആ ഒരു പാരസൈറ്റ് എക്സ്പ്ലോഡ് ചെയ്തിരിക്കുന്നു. അത് കണ്ടിട്ട് അവരും ഫെയിൽഡ് ആയെന്നാണ് തോന്നുന്നത്. അതിനുശേഷം അവനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കും. പെട്ടെന്നാണ് ആ ഒരു എനർജി അവിടേക്ക് വന്ന് പിന്നെ കാണുന്നത് അവൻ തെറിച്ചുപോയി പുറകിലുള്ള ഭിത്തിയിലടിച്ച് നേരെ നിലത്തേക്ക് വീഴുന്നതാണ്. അവനായിട്ട് ചോര ശാദിച്ച് അവിടെ കിടക്കുകയും ചെയ്യും. വിട്ടുകളെ, പ്ലാൻ ചേഞ്ച് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഫ്ലെയിം ബ്ലഡിനെ ഫെൻസി ബ്ലഡിനെയും ഇവിടേക്ക് വിളിക്കൂ. അവർ രണ്ടുപേരും QI ബ്ലഡ് മാസ്റ്ററിൻ്റെ ബാക്കപ്പായിട്ട് പോകുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ഫെയിലിയേഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇതേ സമയം ഇവനോടെ നിപ്പോണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ ശബ്ദം കേട്ടത്. അല്ല, ഇതെവിടുന്നാണ്? ആ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ നിന്നാണോ? ആ ഫ്ലെയിംസ് എന്ന് പറഞ്ഞത് അവൾ പറഞ്ഞ സ്ഥിതിക്ക് ആ കിറിൻ്റെ ഒരു ഫ്ലെയിം QI അല്ലേ? പക്ഷേ എന്നാലും എൻ്റെ ഹെവലി ഡിമോണിക് QI എന്നാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഇതാദ്യപ്പെട്ടാണ് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ കോൾഡ് QI യൂസ് ചെയ്തപ്പോഴായിരുന്നു എനിക്കിതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു എനർജി എൻ്റെ അടുത്തായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ശരിക്കും ഗ്രീഡി ആകുവാണോ? അടുത്ത സെക്കൻഡ് ഇവൺ ആ എനർജിയൊക്കെ ഇട്ട് റിലീസായി. പെട്ടെന്നാണ് അതവിടേക്ക് വന്നത്. അവൻ ഞെട്ടിത്തെറിച്ചു പോയി. ബിക്കോസ് അവൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നത് ആ ഒരു കിറിൻ തന്നെയായിരുന്നു. സോ ഇതായിരുന്നല്ലേ ഇമ്പീരിയൽ പാലസിൻ്റെ ഹിഡനുള്ള പവർ. ദി ഹെവലി ഡിമോണിക് QI എന്തായാലും നന്നായിട്ട് തന്നെ ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഈ കിറിൻ്റെ മാനിഫെസ്റ്റേഷൻ കണ്ടതുകൊണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റെഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാളെങ്കിലും ഞാൻ വകവരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇവൻ തൻ്റെ സോഡ് തൊട്ട് ആ കിറിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടേക്ക് ചാടി. അങ്ങനെ അവിടെ ആ ക്ലാഷ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇത് കംപ്ലീറ്റ്ലി ടഫാണല്ലോ. അടുത്ത സെക്കൻഡ് വീണ്ടും ഇവൻ നേരെ ബാക്കിലേക്ക് ചാടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ കയറി നിന്നു. ആ ഒരു കിരൺ ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് പോയിട്ടും ഈ പോണ്ട് ഇപ്പോഴും വേവർ ചെയ്യുന്നില്ല. അതിനർത്ഥം ആ ഒരു കിരൺ ഒരു സ്പിരിച്വൽ ക്രീച്ചറാണ്. പെട്ടെന്നായിരുന്നു താഴത്തൂടെ വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവൻ അതും ഡോഡിച്ചിട്ട് കൗണ്ടറായിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. കണ്ടിട്ട് എൻ്റെ ഫ്ലെയിം QI ഇപ്പോൾ വർക്ക് ആവാൻ തോന്നില്ല. എങ്കിൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് തൻ്റെ വൈറ്റ് സേബർ എടുത്തുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ കിരണ് തന്നെ രണ്ടായിട്ട് അത് മുറിച്ച് കളയുന്നുണ്ട്. സോ ആ ഫ്ലെയിംസ് വീക്കറായി. ഈ ഒരു ടെമ്പററി ടൈമിൽ ഞാൻ എൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുന്ന പറഞ്ഞിട്ട് ഇവൻ നേരെ അതിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് ആ തീക്കനലിൻ്റെ നേരെ പോവുകയും ചെയ്യും. ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമില്ല, ഇതിൻ്റെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെന്താണ് ഈ വെളിച്ചം? എൻ്റെ കണ്ണ്. അടുത്ത സെക്കൻഡ് തന്നെ ഞാനോ ലൈറ്റ് വിഷൻ മോഡ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ QI എല്ലാം വരുന്നത് ആ ഒരു മാർബിളിൻ്റെ ഉള്ളിൽ നിന്നല്ലേ. അത് മാത്രമല്ല ആ നോയ്സ് വീണ്ടും ശബ്ദം കൂടി വരുവാണല്ലോ. കണ്ടിട്ട് ദി ഹെവലി ഡിമോണിക് QIനെ അതിന് പേടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എനർജിയാണല്ലേ. എന്തായാലും മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ആ സുപ്രീം സേബറിൻ്റെ കയ്യിലെത്തുന്നതിനെക്കാട്ടും നല്ലത് ഇതെൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ അത് കയറി പിടിക്കുകയും ചെയ്യും. ഇതേ സമയത്താണ് അവൾക്ക് അവിടെ കൈന്ന് ഊരാൻ സാധിക്കുന്നില്ല. കാര്യം അതവിടെ സ്റ്റക്കായിരുന്നു. ഇതൊട്ടും തന്നെ നല്ലതല്ല ഈ ഒരു ഫീലിംഗ്. പെട്ടെന്നായിരുന്നു ആ ഒരു എനർജി അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അവൻ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങിയത്. അല്ല, ഇതെന്താണ്? എൻ്റെ ഫ്ലെയിം QIനെ അവൻ്റെ ഒരു ഒമ്നോസുള്ള എനർജി ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ QIക്ക് ഇവിടെ അധികം നേരം ഞാൻ എങ്ങനെയെങ്കിലും ഇത് പെട്ടെന്നാണ് അവളുടെ കയ്യിലുണ്ടെന്ന ആ ഫ്ലെയിംസ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയത്. അതിനുശേഷം ആ QI എല്ലാം കൂടെ അവൻ്റെ ഉള്ളിലേക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ ശരീരം പതുക്കെ വിണ്ട് പൊട്ടാനും വലിയൊരു എനർജി റിലീസായപ്പോൾ അവൾ നേരെ ബാക്കിലേക്ക് ചാടി. അല്ല, ഈ കാണുന്നത് അത് മെറ്റഫോർഫിസ് അല്ലേ? അടുത്ത സെക്കൻഡ് നമ്മുടെ ഹിയോബങ്ങിൻ്റെ ശരീരം വീണ്ടും ഒന്ന് പുനർജനിച്ചു കഴിഞ്ഞു. അവൻ പതുക്കെ തൻ്റെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ നടന്നത് മെറ്റമോർഫിസ് അല്ലേ? ഇത് ശരിക്കും ഒരു ഡ്രീം അല്ലേ? കൺഗ്രാജുലേഷൻസ്. തീഭൂതമോ? ഞാൻ നിന്നെ രക്ഷിച്ചാണ്, എന്നിട്ട് നീ എങ്ങനെയാണോ സംസാരിക്കുന്നത്? പെട്ടെന്ന് ഹിയോബങ് ഒരു ഗ്യാപ്പ് ഇട്ടു. അതിന് നീയാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഫ്ലെയിംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലെയിംസോ? അതെ, നിനക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. നിൻ്റെ ഫ്ലെയിംസ് പതുക്കെ എംലപ്പ് ചെയ്ത് നിൻ്റെ ശരീരത്ത്. പെട്ടെന്നാണ് അവൾ ഞെട്ടിത്തെറിച്ചു പോയത്. അവൻ സ്കെയിൽസ് പോലും മാനിഫെസ്റ്റ് ചെയ്തില്ല അതിനു മുമ്പ് തന്നെ. സോ കിരണിൻ്റെ ബ്ലഡ് അവൻ സേഫ്ലി കൺസ്യൂം ചെയ്തോ?
ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലല്ലോ. ഇതേ സമയം അവനാട്ടെ ആ തീ കൊണ്ട് കളിക്കുമായിരുന്നു. അത് നല്ല ക്യൂട്ടായിരുന്നു. അവൾക്കാട്ടെ ചിരി വരികയും ചെയ്യും. ആദ്യമായിട്ടാണ് ഫ്ലെയിം ക്യൂയെ ഇത്രയും അഡോറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നത്. ഫ്ലെയിം ക്യൂയെ നിനക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അതിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ എന്തായാലും പെട്ടെന്നാണ് അവൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പോയത്. അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അത് കൊള്ളാം, നിന്റെ ഇൻട്രസ്റ്റ് ഇപ്പോഴേ നിനക്ക് നഷ്ടപ്പെട്ടോ? അല്ല, അത് അവിടെ പിന്നെ കാണുന്നത് ഒരു വലിയ തീ ജ്വാലയാണ്. ഇവനാണെ നന്നായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ, 3000 സെൽഷ്യസിന് മുകളിലുള്ള ചൂടിനെ തങ്ങളുടെ എനർജി ഷീൽഡ് കൊണ്ട് തടയാൻ സാധിക്കത്തില്ല. തങ്ങളുടെ വൂൺസ് ഒക്കെ റീജറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ആരും എന്താണ് ഇതിനെ മേലത്ത് കൈവെക്കാഞ്ഞെന്ന്. ഞാനിവിടെ റീജറക്ഷൻ എബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കത്തി. അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്നാണ് അവൻ മുട്ടുകുത്തി നേരെ നിലത്തേക്ക് വീണുപോയത്. എൻ്റെ എനർജി കോറിന് ഇത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഡീമൻ ലോർഡ് ആ സമയത്ത് നമ്മുടെ ഇയോൺ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു മാർബിളിൻ്റെ ചുറ്റിനും അതിതീവ്രമായ ആ ഒരു ചൂട് രൂപപ്പെടാനായിട്ട് തുടങ്ങി. ഇത് അവസാനിച്ചെന്നാണ് തോന്നുന്നത്. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു കൊണ്ട് അവൻ നേരെ ചോരയൊക്കെ ഛർദ്ദിച്ചു. ഞാനും എൻ്റെ റീജർഷൻസ് പിന്നെ കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ബോധം ആ സമയത്ത് അവൻ്റെ കൈ പതുക്കെ ആ ഒരു മാർബിളിൽ നിന്ന് വിട്ടുപോയി. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇതാണെൻ്റെ. പെട്ടെന്നാണ് അവന് തന്നെ ഒരു രക്തപ്പുഴയിലേക്ക് വീണൊരു ഫീൽ തോന്നിയത്. പെട്ടെന്നാണ് ദി ഹെവൻലി ഡീമോണിക് ക്യൂഐ അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അല്ല, എൻ്റെ ക്യൂഐ ഇത് ഹാൻഡിൽ ചെയ്യുവാണോ? അത് മാത്രമല്ല ആ ഫ്ലെയിം ക്യൂഐ അവോയ്ഡ്. അല്ല, ഈ കാണുന്നത്. പിന്നെ അവൻ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് അവൻ്റെ ശരീരത്തിൽ 2 തരത്തിലുള്ള എനർജി കോർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്ന് അവൻ്റെ സെൻട്രൽ എനർജി കോറായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അതിനൊരു പൊട്ടലുണ്ടാകുകയും അവൻ്റെ കയ്യിലുണ്ടെന്ന ആ മാർബിൾ പൊട്ടിത്തെറിച്ച് പല കഷ്ണങ്ങളാകുകയും ചെയ്യും. യങ് പെട്ടെന്ന് ഡീമണിലെന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ ആ ഒരു സ്ഥലം റിജക്റ്റ് ചെയ്തു. എന്ത്, കിരൺ എന്നെ റിജക്റ്റ് ചെയ്യുന്നോ? ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടേക്ക് ഡീമൻ ലോർഡ്. അടുത്ത സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലെയിംസ് എല്ലാം കൂടെ അവൻ്റെ ശരീരത്തിന് ചുറ്റും ഒരു തീ ഗോളം പോലെ വന്ന് നിൽക്കുകയുണ്ടായി. അല്ല, ഡീമൻ ലോർഡിന് എന്താണ് ഈ സംഭവിക്കുന്നത്? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഗോളം മാറിയതാണ്. എന്നാൽ ഇയോൻചിയുടെ ശരീരത്തിന് നല്ല മാറ്റമുണ്ടായിരുന്നു. അവൻ ചുമല കളറിലേക്ക് ചേഞ്ചായി. അവനത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ക്യൂഐ സോൾ കൺട്രോളൊക്കെ ഫോംലെസ് ആയുള്ള ഇന്നേറ്റ് എനർജി ആയിട്ട് ചേഞ്ച് ആയിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് മിസ്റ്റിക് റിലത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ എൻ്റെ പീക്കിലേക്ക് എത്തിയെന്നാണ്. പക്ഷേ അതിൻ്റെ ലോവർ എനർജി കോറിൻ്റെ മാക്സിമം മാത്രമായിരുന്നല്ലേ. ഇനിയും മുകളിലേക്കുള്ള ഉത്തരവെന്ന് പറയുന്നത് എൻ്റെ സെൻട്രൽ എനർജി കോറായിരുന്നു. ദി ഹെവൻലി ഡീമോണിക് ക്യൂഐ അതെന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ശരീരത്ത് കംപ്ലീറ്റ്ലി എൻലൈറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിങ്സ് പ്രകാരം എനിക്കിത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒഴുകുന്ന ആ ഒരു പവർ എന്താണെന്ന്. പക്ഷേ ഇതൊന്നും എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണം കൊണ്ട് തൻ്റെ 2 സോഡ്സും അവൻ നേരെ നിലത്തേക്കിട്ടു. അത് ഇമ്പോസിബിളാണ്. കാര്യം ആ ഒരു സോഡ് വീണ ഒരു സ്ഥലത്ത് ആ ഒരു ബ്ലാക്ക് ഫ്രോസ്റ്റ് വരെയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കിരണിൻ്റെ ബ്ലഡ് ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ മറുവശത്താട്ടെ ആ ഒരു സോഡ് വന്ന് വീണ സ്ഥലത്ത് ഒരു തീ ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ജലമായിട്ട് ബോയിൽ ചെയ്യാനായിട്ടും തുടങ്ങി. അപ്പോൾ റിമൈനിങ് ഉള്ള എനർജി ആ വെപ്പൻ്റെ ഉള്ളിലേക്കാണല്ലേ പോയത്. സോ ഇതെല്ലാം തന്നെ കിരണിൻ്റെ ഇനിഷ്യലുള്ള കോഡ് അബ്സോർവ് ചെയ്തുകൊണ്ടാണോ 2 വർഷത്തേക്ക് മാറി? യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അവർ രണ്ടുപേരും 2 സൈഡിലേക്ക് മാറി. ഇവൻ പതുക്കെ തൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തി. ടീമിലോട് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൈ വെപ്പൺസ് ഒന്നുമില്ലല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ കൈ തന്നെ ഒരു വെപ്പൺ. അപ്പോഴേക്ക് ഇവൻ ആ കൈ അങ്ങോട്ട് നീട്ടിയിരുന്നു. പിന്നെ കാണുന്നത് അവർ നിന്നിരുന്ന ആ പ്ലാറ്റ്ഫോം തന്നെ 2ആയിട്ട് മുറിഞ്ഞ് പോയതാണ്. പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായത്. ഇതെന്താണ്? എൻ്റെ ഫ്ലെയിം ക്യൂ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. ഇവിടെ എന്താണ് സംഭവിക്കണമെന്നൊന്ന് പറഞ്ഞപ്പോഴാണ് ഹീവങ് ശരിക്കും ഞെട്ടിയത്. ഈ മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ ജനറേഷനിൽ ഒരു ലെജൻഡ് പാസ് ഡൗൺ ചെയ്തിരുന്നു. അത് ദി അൺഡിഫീറ്റഡ് സോർട്സ്മാൻ ആയുള്ള ഡൂഗു ക്യൂബൈനെ പറ്റിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സോഡില്ലായിരുന്നു. ആൻഡ് അതുമാത്രമല്ല, മറ്റാരെങ്കിലും അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഉത്തരവെന്ന് പറയുന്നത്, ഒരു സോഡിന് ഇപ്പം എൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ലെന്നോ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരാൾക്ക് ആ ഒരു ക്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എൻഹാൻസ് അല്ല സോഡ് ഓറയും വേണ്ടേ? സോ ഒരു സോഡില്ലാതെ ഒരാൾ എങ്ങനെയാണ് സോഡ്സ്മാൻ എന്ന് വിളിക്കുന്നത്? അത് മാത്രമല്ല, എങ്ങനെയാണ് എൻഹാൻസ് എനർജി യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അതിനാരാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ സോഡില്ലെന്ന്?
ഞാൻ ക്യൂഐ മെറ്റീരിയലൈസേഷൻ സർപ്പാസ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ കോർ എനർജി ഒരു ഫോംലെസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആൻഡ് ആ ഒരു അറ്റാക്കാണ് നമ്മുടെ ഇയോൺ ഇപ്പോൾ കറൻ്റ് ചെയ്തത്. ആൻഡ് അതിനാണ് ദി ഫോംലെസ് സോഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം ആ സ്ഥലം തന്നെ രണ്ടായിട്ട് പിളർന്ന് പോയിരുന്നു. ആ ഒരു കൈ മൂലം തന്നെ ഈ ഒരു എൻ്റർ പ്ലേസ് തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഇതാണല്ലേ ദി ലെജൻഡറി ഉള്ള ഫോംലെസ് സോഡ്. ഫോംലെസ് സോഡോ? അതിനർത്ഥം ഡീമനിലോട് ദി ലൈഫ് ആൻഡ് ഡെത്ത് റിലേറ്റിലേക്ക് എത്തിയോ? അടുത്ത സെക്കൻഡ് ആ സ്ഥലം തന്നെ കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. എന്ത് ഭൂമി കുലുക്കോ? എനിക്ക് തോന്നുന്നത് ആ ട്രാപ്സ് ഒക്കെ ആക്ടിവേറ്റ് ആയെന്നാണ്. ആ പില്ലേഴ്സ് ആയിരുന്നു ഇതെല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊട്ടും നല്ലതല്ല. എനിക്ക് തോന്നുന്നു ഇത്തരം ഉയർത്തുന്ന വീട് കഴിഞ്ഞാൽ ഡീമൻ ലോഡിന് പോലും ഇത് സർവൈവ് ചെയ്യാൻ നാശം. നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ. അത് ഡീമൻ ലോഡ് പിടിക്കുന്ന ആ ഒരു സീലിംഗ് മാത്രമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം ആ സീലിംഗ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും താമസിച്ചെന്നാന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നു അതെല്ലാം പൊളിഞ്ഞ് അവരുടെ തലയിലേക്ക് വീഴാൻ പോയത്. ഇല്ല, ഡീമനിലോടെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അതെല്ലാം അവിടേക്ക് വന്നത്. അടുത്ത സെക്കൻഡ് ഇയോൺ തൻ്റെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തി. പെട്ടെന്ന് അതെല്ലാം തന്നെ അവിടെ സ്റ്റക്കായി. ബിക്കോസ് ഇയോണായിട്ട് അവിടെ യൂസ് ചെയ്ത് ബ്ലാക്ക് ഫ്രോസ്റ്റ് ആയിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ട് എല്ലാം തന്നെ അവിടെ അനക്കാതെ പിടിച്ച് നിർത്തി. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതെല്ലാം കേപ്പബിൾ ആയിട്ടുള്ളത്? അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് 3 തരത്തിലുള്ള ഡിഫറെൻ്റ് ഉള്ള എനർജീസാണ്. അതും ബാലൻസ് ചെയ്തുകൊണ്ട്. ഡീമൻ ലോഡ് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നടന്ന സ്കെയിൽസൊക്കെ പൊട്ടാനും അവൻ്റെ ശരീരം പഴയ രൂപത്തിലേക്ക് വരാനും തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൗണ്ട്ലെസ് ഉള്ള മാർഷൽ ആർട്ടിസ്റ്റിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു 3 ഇന്നീറ്റുള്ള കോർ എനർജീസ് യൂസ് ചെയ്യുന്ന ഒരാളെ കാണുന്നത്. എ ലൈഫ് ആൻഡ് ഡെത്ത് റിലേറ്റഡുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ്. ആബ്സലൂട്ട് ഇനിനെയും ആബ്സലൂട്ട് യാങ്ങിനെയും അതേപോലെ തന്നെ ഡിമോണിക് എനർജി ഒരേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ആ സമയത്ത് വായിൽ നിന്ന് അവിടെ സോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ കലങ്ങാനായിട്ട് തുടങ്ങി. ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത് ഒരു ഹിസ്റ്റോറിക്കലുള്ള ഇവൻ്റാണ്.